ഏറ്റവും പ്രധാനം ഉപ്പിൻ്റെ അളവ് നമ്മൾ കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഈ പപ്പടം, അച്ചാറ്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സ്, ക്യാൻഡ് ഫുഡ്സ്, പ്രിസർവ്ഡ് ഫുഡ്സ്, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഫിഷ്, ചിപ്സ്, കോക്ക്, അങ്ങനത്തെ എല്ലാം നമ്മുടെ സാധാരണയുള്ള ഇതിൻ്റെ അതൊക്കെ നമ്മൾ വിചാരിക്കണതിനേക്കാളും ഭയങ്കര ഉപ്പ് കൂടുതലുണ്ട്. നമുക്കൊരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരു 6 ഗ്രാം ഒരു ഡേ മതി. 6 ഗ്രാം എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ എന്നുള്ള ഒരു രീതിയിൽ ഒരു ഫുൾ ഡേ അത്രേ ആവശ്യമുള്ളൂ നമുക്ക് സോൾട്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിനകത്തും ആഡഡ് സോൾട്ട് ഇടുകയും ചില ആൾക്കാർ ഇത് കൂടാതെ മുട്ടയുടെ മുകളിലും ബാക്കി എല്ലാത്തിൻ്റെ മുകളിൽ ഒരു സോൾട്ട് ആഡ് ചെയ്യണ ഒരു സാഹചര്യം, ടേബിൾ സോൾട്ട് എന്ന് പറഞ്ഞ് വെച്ച് ആഡ് ചെയ്യണ ഒരു സാഹചര്യം. ദാറ്റ് ഈസ് വെരി ഹാംഫുൾ ഫോർ ദ കിഡ്നീസിന് എക്സ്ട്രാ വർക്കാണ് ഇത് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം അത് കുറയ്ക്കാന്നുള്ള. 2 അൾട്രാ പ്രോസസ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് വെച്ചാൽ സോസേജ്, ബേക്കൺ, അങ്ങനെ ക്യാൻഡ് ഫുഡ്സ്, ഇതിൻ്റെ അകത്തൊക്കെ ബർഗേഴ്സ്, ഇതിനകത്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒത്തിരി സോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നല്ല ഫുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ ഫ്രഷ്ലി കുക്ക്ഡ്, വീട്ടിൽ കുക്ക് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പാചകവാദമൊക്കെ കിട്ടാത്തത് കൊണ്ട് ആൾക്കാരെല്ലാവരും വീട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കഴിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരുപാട് വെള്ളം കുടിച്ചാൽ കിഡ്നി ഒരുപാട് സംരക്ഷിക്കുന്നു. പക്ഷേ ശരിക്കും അത് ശരിയല്ല. നമുക്കൊരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരു 2 ലിറ്റർ എന്ന് വെച്ചാൽ ഒരു 6 മുതൽ ഒരു 8 കപ്പ് വെള്ളം, അതിൻ്റെ അകത്ത് ചായയും കാപ്പിയെല്ലാം വിടും, അത്രേ കുടിക്കേണ്ട ആവശ്യമുള്ളൂ നോർമൽ ഒരു സിറ്റുവേഷനിൽ. പിന്നെ ആകപ്പാടെ നമ്മുടെ ഈ റിസർച്ചിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് കണ്ടിരിക്കുന്നത് ഈ മൂത്രത്തിൻ്റെ കല്ലുണ്ടാവുന്ന സാഹചര്യം, കിഡ്നി സ്റ്റോൺസിൽ ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ അത് കൂടാതെ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്നത് ആക്ച്വലി ഹാനികരമാണ്. നമ്മുടെ രക്തത്തിലെ ഉപ്പൊക്കെ താന്നു പോകാനായിട്ടൊക്കെ ഉള്ള സാധ്യത, സോഡിയത്തിൻ്റെ ലെവലൊക്കെ താന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കണം. പക്ഷേ വെള്ളം കുടിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് കിഡ്നിക്ക് ഒരു സംരക്ഷണം കിട്ടുമെന്നോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കൂടുതൽ സംരക്ഷണം കിട്ടുമെന്നുള്ളത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ ഈ കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതാ പറയുന്നത്, നമ്മുടെ ഇപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഈ മെഷർമെൻറ്റ് തന്നെ ഒരു 8, ചില ആൾക്കാർ 3-4 ബോട്ടിൽ വെള്ളം കുടിക്കണ സാഹചര്യമൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ യൂഷ്വലി ഹെൽപ്ഫുൾ അല്ല. പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഉപ്പിൻ്റെ അളവ് താന്നു പോകാം, സോഡിയത്തിൻ്റെ അളവ് താന്നു പോകാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ നീര് കെട്ടുന്ന സാഹചര്യം ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള വ്യക്തികളാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് പലപ്പോഴും വെള്ളം കൺട്രോൾ ചെയ്ത് കുടിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ എല്ലാ അസുഖത്തിനും വെള്ളം കൂടുതൽ കുടിക്കുന്ന ഒരു ചികിത്സാ രീതിയല്ല. ആക്ച്വലി ചിലപ്പോൾ അത് ഹാംഫുൾ ആയിരിക്കാനും സാധ്യതയുണ്ട്.